ഓം ശാന്തി. ഇന്ന് ഒരു കൊച്ചു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് പേര് ഇന്നത്തെ കലിയുഗത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഉഷാദീദിയുടെ ഒരു ക്ലാസ് കേട്ടത് ഓർത്ത് പോവുകയാണ്. നമ്മുടെ ബ്രഹ്മകുമാരീസിലെ ഒരു സീനിയർ ടീച്ചറാണ്. മഹാഭാരതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ആ മഹാഭാരതത്തിൽ പറഞ്ഞൊരു പോയിൻ്റ് ഉഷാദീദി അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോയിൻ്റാണ് ഓരോ വീട്ടിലും മഹാഭാരതം നടക്കുന്ന സമയം എന്ന്. തീർച്ചയായിട്ടും ഇന്ന് എല്ലാ വീട്ടിലല്ലെങ്കിലും ഒരു 95% വീടുകളിലും മഹാഭാരതങ്ങൾ അരങ്ങേറുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലായിട്ടുള്ള വഴക്ക്, ഒന്നുകിൽ ഭാര്യയിൽ അവിശ്വാസം അല്ലെങ്കിൽ ഭർത്താവിൽ അവിശ്വാസം. കുറേ ആളുകളായി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, സിസ്റ്റർ ആരാ നമ്മുടെ മക്കളായി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ഇട്ടു. നമ്മുടെ ഭർത്താവായിട്ട് ആര് വരും, ഭാര്യയായിട്ട് ആര് വരും, എന്തുകൊണ്ട് മാതാപിതാക്കൾ മക്കളോട് സ്നേഹമില്ലാതെ പെരുമാറുന്നു, ഇത്തരത്തിൽ നിരവധി പരാതികൾ നിങ്ങളതിൻ്റെ കമൻസ് നോക്കിയാൽ അറിയാം. ആ വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരാഴ്ചയായിട്ട് പൊതുവേ പലപ്പോഴും എൻ്റെ അടുത്ത് വോയിസ് മെസ്സേജിൽ പലരും സങ്കടങ്ങൾ ഇത്തരം പല കാര്യങ്ങളും റെഫർ ചെയ്യപ്പെടാറുണ്ട്. എന്നിരുന്നാലും ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരുപാടാണ് ഈ ചോദ്യം എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആര് തൻ്റെ ഭർത്താവായിട്ട് വരും, ഭാര്യയായിട്ട് വരും എന്നത് ഞാൻ പഠിച്ച് വായിച്ച് അറിഞ്ഞിടത്തോളം, മനസ്സിലാക്കിയെടുത്തോളം ആധാരത്തിൽ നിങ്ങൾ അത്രയും ക്ലോസസ്റ്റ് ആയിരിക്കുന്ന ഒരു കാർമിക് അക്കൗണ്ട് മുജ്ജന്മത്തിൽ ഏതെങ്കിലും ഒരു ആത്മാവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് പലരും ഇഷ്ടപ്പെട്ടിട്ട് ഇനി 1 വർഷം 2 വർഷം 4 വർഷമൊക്കെ അത്രയധികം സ്നേഹിച്ചു, ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് പിരിഞ്ഞൊരു ലൈഫില്ല എന്ന് നിശ്ചയിച്ചവർ പോലും ചില കൊച്ചു കൊച്ചു കാരണങ്ങൾ കൊണ്ട് വളരെയധികം അകന്നു പോവുകയും പിന്നെ ഒന്നുകിൽ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി നിന്നെ എനിക്കിനി കാണുക പോലും വേണ്ടാന്ന് പറയുന്നു. അവർ രണ്ടുപേരും 2 ജീവിതത്തിലേക്ക് വേറെ ആളുകൾ കല്യാണം കഴിച്ചങ്ങ് പോകുന്നത് നമുക്ക് കാണാം. അത്ഭുതം തോന്നിപ്പോൾ ഇവരുടെ ഈ ജോഡി പിരിയില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്, അവർ വേറെ വഴിക്ക് പോയി എന്ന്. ഒരു കാരണമില്ലാതെ തന്നെ എന്തെങ്കിലും കൊച്ചു കാരണങ്ങൾ കൊണ്ട് അടുക്കുകയും പെട്ടെന്ന് വിവാഹിതരായി ഒന്നിച്ച് ജീവിച്ചു പോകുന്നവരെയും കാണാം. അറേഞ്ച്ഡ് മാരേജ് ആയിക്കൊണ്ട് ഒന്നിച്ചു പോകുന്നവരെയും കാണാം. വിവാഹം കഴിഞ്ഞു പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം രണ്ടെന്ന് പിരിയുന്ന ആളെയും കാണാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കർമ്മത്തിൻ്റെ കണക്കുകൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട സമയങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റൂ. അങ്ങനെ ബന്ധിപ്പിക്കാത്തവർ തമ്മിൽ ഒന്നിക്കാനും പോകുന്നില്ല. സഞ്ചിത കർമ്മം കൊണ്ട് വിവാഹം എന്ന് ഞാൻ ക്രിസ്ത്യാനിറ്റിയിലാന്ന് ഓർമ്മിക്കുന്നു. സ്വർഗത്തിൽ വിവാഹം നിശ്ചയിക്കുന്നു, ഭൂമിയിൽ നടക്കുന്നു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അർത്ഥം വേറൊരു ലോകത്ത് നടക്കണമെന്നല്ല, നിങ്ങളുടെ മുജ്ജന്മത്തിലെ കർമ്മം കൊണ്ട് നിശ്ചയിച്ചവരാണ് പതിയായിട്ടും പത്നിയായിട്ടും പുത്രനായിട്ടും പുത്രിയായിട്ടും നിങ്ങളുടെ ഫ്രണ്ടായിട്ടും പാർട്ട്ണറായിട്ടും എല്ലാം വന്ന് ചേരുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു സംശയവും ഇല്ല, അത് നമ്മൾ കൊടുത്തു വെച്ച കർമ്മം നമ്മുടെ അടുത്ത് വന്ന് ചേരുന്നതാണ്. അപ്പോൾ ചിലർ ചോദിച്ചു എൻ്റെ അടുത്ത് എന്ത് ആധാരത്തിലാണ് സിസ്റ്റർ ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു 100 കണക്കിന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. ഒരിക്കലും ഇവർ തമ്മിൽ പിരിയില്ല എന്ന് വിചാരിച്ച ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ അവരിങ്ങനെയായി പോയി എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കർമ്മം കൊണ്ട് അകലേണ്ട സമയമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും കാരണം ഉണ്ടാവും, അതങ്ങ് വിട്ടുപോകും. ചില നല്ല ഫ്രണ്ട്സ്, ജീവിതകാലം മുഴുവൻ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുന്നു പ്രതിജ്ഞ ചെയ്തവർ, ഒരു കൊച്ചു കാര്യത്തിൻ്റെ പേരിൽ റബ്ബർ ബാൻഡ് വലിച്ചു വിട്ടാൽ തെറിച്ചുപോയി പിന്നെ നമ്മൾ കാണുകൂടിയില്ലല്ലോ, അതുപോലെ സദാകാലത്തേക്ക് അകന്നു പോകുന്നവരെ ഇങ്ങനെ നിരവധി റിലേഷൻസ് എൻ്റെ മുന്നിൽ എക്സാമ്പിളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വരാറുണ്ട്. ഓപ്പണായിട്ട് പറയാം, നമുക്ക് മറ്റൊന്നും വേണ്ട, നമ്മുടെ ജീവിതം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം. നമ്മുടെ മുജ്ജന്മകൃത കർമ്മം കൊണ്ട് സംഭവിച്ചു പോയതാണ് നമ്മുടെ ജീവിതത്തിൽ റിലേഷൻസ്. അത് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും ആ നാട്ടിലേക്ക് നിങ്ങൾ വലിക്കപ്പെടും. അവിടെ വെച്ചായിരിക്കും എന്തെങ്കിലും കാര്യം നടക്കുക, അവിടെ വെച്ച് ആ രീതിയിൽ കാണേണ്ടതാണ് നിങ്ങളുടെ കർമ്മമെങ്കിൽ. അതുകൊണ്ട് കർമ്മക്കണക്ക് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ ബന്ധങ്ങൾ എന്നത്. അപ്പം അതുകൊണ്ട് ബന്ധങ്ങളിലേക്ക് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി അല്ലെങ്കിൽ മക്കളും അച്ഛനും അമ്മയായി ഫ്രണ്ട്സായി ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ
മാറ്റാൻ പറ്റാത്ത റിലേഷൻ. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സാണെന്ന് വിചാരിക്കുക. ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളിനി ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന് നിശ്ചയിച്ചത് അവസാനിപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷേ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളും അമ്മയും തമ്മിലുള്ള ബന്ധം, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, നീ എൻ്റെ മോനല്ല എന്ന് പറഞ്ഞതുകൊണ്ടും രണ്ടാളും രണ്ടായി താമസിക്കാൻ തുടങ്ങിയത് കൊണ്ടും ഒരിക്കലും മാറ്റാൻ പറ്റില്ല നമുക്ക് ആ ബന്ധം. അതിൻ്റെ കണക്കുകൾ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജന്മജന്മാന്തരത്തേക്ക് അതിൻ്റെ കാർമിക അക്കൗണ്ട് എഗെയിൻ അനുഭവിക്കാൻ കിടക്കേണ്ടി വരും. ചില ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാർമിക അക്കൗണ്ടിൽ വളരെ ക്ലോസ് ആയിട്ട് മുന്നേറുമ്പോൾ അതിൽ പതി പത്നിമാരുടെ റിലേഷൻ്റെ ഉള്ളിൽ ചതി എന്നതൊരു സാധനം ഉണ്ടെങ്കിൽ എന്തിനാ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഭർത്താവ് ഇരിക്കെ വേറൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ചാൽ, ഭാര്യ ഇരിക്കെ വേറൊരു സ്ത്രീയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നവർ ഈ കലിയുഗത്തിൽ ഇതിനൊന്നും യാതൊരു വിലയുമില്ല എന്നുള്ള പോലെ എൻ്റെ അടുത്ത് ഫോൺ ചെയ്തുകൊണ്ട് അത്തരം റിലേഷൻസിന് സപ്പോർട്ടാക്കാൻ വേണ്ടി അവരെൻ്റെ അടുത്തെത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ, അയ്യോ എനിക്ക് ആ മെസ്സേജസ് കേൾക്കും എൻ്റെ ചെവി പുണ്ണാവുന്ന പോലെ തോന്നാറുണ്ട്. ഞാൻ ഓപ്പണായി പറയാറുണ്ട് അവരുടെ അടുത്ത്, അധാർമികമായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഒരു സങ്കല്പം കൊണ്ടെങ്കിലും എൻ്റെ സപ്പോർട്ട് കിട്ടും നിങ്ങൾ വിചാരിക്കരുത്. കാരണം അത്തരത്തിൽ വേറൊരു കുടുംബത്തെ തകർക്കുന്നവർ ജ്ഞാനപ്പാനെ ഓർമ്മിക്കുക. 4 ചത്തുടൻ ഓരിയായിരുന്നു എന്ന് പറയാറുണ്ട്. അതായത് സ്ത്രീ ജന്മം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടും കെയറിങ് കൊണ്ടും മറ്റൊരാളോട് പെരുമാറ്റം കൊണ്ട് പുരുഷന്മാരെക്കാൾ പല മടങ്ങ് മറ്റുള്ളവർക്ക് ആ ഒരു കരുതലും സ്നേഹവും കൊടുക്കാൻ കഴിവുള്ള ജന്മം തന്നെയാണ് സ്ത്രീകൾ. പക്ഷെ ആ ഒരു കഴിവിനെ ഉപയോഗിച്ചിട്ട് വേറൊരു ഭാര്യയുടെ ഭർത്താവിന് തട്ടിയെടുക്കുമ്പോൾ, വേറൊരു കുട്ടിയുടെ അച്ഛന് തട്ടിയെടുക്കുമ്പോൾ, ഞാൻ വായിച്ചറിഞ്ഞ അറിവനുസരിച്ച് 12 ജന്മങ്ങളിലേക്ക് നിങ്ങൾക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെടും, നിങ്ങളുടെ മക്കൾ നിങ്ങളെ വഞ്ചിക്കും. റിലേഷൻഷിപ്പ് ഒന്നല്ല, എല്ലാ ഭാഗത്തുനിന്നും. ഞാൻ എൻ്റെ ലൈഫിൽ കുട്ടിക്കാലം തൊട്ട് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തു, അവരും എന്നെ ചതിച്ചു, എൻ്റെ എല്ലാം തട്ടിയെടുത്ത് തന്നെ ഒഴിവാക്കി. എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിക്ക് വേണ്ടി ശ്രമിച്ചു, അവരും എന്നെ ഒറ്റപ്പെടുത്തി ഉപദ്രവിക്കുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചു, അവർക്ക് ഇപ്പം എന്നോട് വെറുപ്പാണ്. ഈ രീതിയിലൊക്കെ കരയുന്ന എത്രയോ ആളുകളെ നിങ്ങൾക്ക് ഈ ലോകത്ത് കാണാം. അത് മറ്റൊന്നിൻ്റെയും കണക്കല്ല. വേറൊരു ഭാര്യയുടെ ഭർത്താവിനെ തട്ടിയെടുക്കുമ്പോൾ, വേറൊരു കുഞ്ഞിൻ്റെ അച്ഛനെ തട്ടിയെടുക്കുമ്പോഴൊക്കെ ഉള്ളതാണ്. ഇത് വളരെ ഡേഞ്ചറസ് ആയിരിക്കുന്ന കാർമിക അക്കൗണ്ടാണ്. ഒരിക്കലും ഈസി വേലെടുക്കേണ്ട സാധനമല്ല. ഇത് വളരെ സില്ലി ആയിട്ടുള്ള ഫാക്ടറല്ല. വഞ്ചന എന്നത് റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് നിങ്ങളെ തുടർന്ന് നിരന്തരം നിങ്ങളുടെ ജീവിതം, നിങ്ങൾക്ക് മടുത്തിട്ട് ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്ന രീതിയിൽ പല ജന്മങ്ങളെടുക്കാൻ വിധം നിങ്ങളെ ബന്ധിതരാക്കുന്നതായിരിക്കുന്ന കാര്യമാണ് അത്തരം ബന്ധങ്ങളിലെ ചതി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പല റിലേഷൻസും കാർമിക അക്കൗണ്ട്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എന്നോട് ചോദിക്കും പലരും, അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവരുമായിട്ടൊരു കർമ്മബന്ധം ഉണ്ടായതുകൊണ്ടല്ലേ അവരെ ഞാൻ കണ്ടത്, അവരോട് എനിക്ക് ഇഷ്ടം വന്നത്. മുജ്ജന്മത്തിലൊരു ബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും അവർ തമ്മിൽ അടുപ്പം വരില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ജന്മത്തിലെ ഒരു തെറ്റുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിലെ തെറ്റിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. കഴിഞ്ഞ ജന്മം അവർക്ക് കൊടുക്കാതായ പോയ സ്നേഹം ഈ ജന്മത്തിൽ ഈ രീതിയിൽ നിങ്ങൾ കൊടുക്കാൻ പോയാൽ നിങ്ങൾ എല്ലാ ജന്മവും ഇത് ഇത്തരത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇറ്റ്സ് എ പ്യുവർ ട്രൂത്ത്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരെ ചതിക്കും മുന്നേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എൻ്റെ ലൈഫിൽ എത്ര ജന്മത്തേക്ക് ഞാൻ ബുക്ക് ചെയ്ത് വെക്കണം എന്ന് സ്വയം ചോദിച്ചിട്ട് വേണം ചെയ്യാമെന്ന് മാത്രം. പിന്നെ ഇനി മറിച്ച് വേറൊരു ചോദ്യത്തിൻ്റെ ഉത്തരം, ഭാര്യ എന്നെ അകന്നു പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ വിട്ട് മറ്റൊരാളിലേക്ക് പോകുന്നു എന്ന ഫീൽ ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിനുള്ള ഉത്തരവും അതും ഞാൻ പറഞ്ഞുതരികയാണ് നിങ്ങൾക്ക്. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മോശമായിരിക്കുന്ന വേറൊരു സെക്കൻഡ് റിലേഷനിലേക്ക് അവർ പോകുന്നു എന്ന് കണ്ടാൽ ഉടനെ തന്നെ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും ചെയ്യുന്നൊരു പണി, ഉടനെ അതിനെ ചോദ്യം ചെയ്ത് അവരായിട്ട് വഴക്കുണ്ടാക്കി, ബഹളുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, കരഞ്ഞ് ആ നിമിഷം ഒന്നുകിൽ രണ്ടായി പോവും, അല്ലെങ്കിൽ തമ്മിൽ തല്ലി അവരെ കുറ്റപ്പെടുത്തി പഴിച്ചും കൊണ്ട് ജീവിക്കും. അതാണ് നമ്മൾ അതിന് പറ്റുന്ന തെറ്റും. ഒരാൾക്ക് ഒരു രോഗം വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ രോഗിക്ക് മരുന്നും പരിചരണവും കൊടുക്കുന്ന പോലെ നമ്മളിൽ നിന്നൊരു ബന്ധം അകന്നു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ ലവ് ആൻഡ് കെയർ കൊടുത്തുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ശുഭഭാവനയിലൂടെ, പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ, വൈബ്രേഷൻസിൻ്റെ ദാനത്തിലൂടെ അവരെ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിന് കൊടുത്തുകൊണ്ടിരിക്കണം. ഒപ്പം എങ്ങനെയാണ് നെഗറ്റീവ് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളത് കാണണം. അത്തരം സന്ദർഭത്തിൽ അവർ പ്രത്യേകിച്ചും അതിൽ പറയുന്ന പോലെ ആ മുജ്ജന്മത്തിലെ കർമ്മം എന്താണോ അതിന് മാപ്പ് ചോദിച്ചാൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നിങ്ങളെ വിട്ടു പോകുന്നത് മാറിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതിന് നിങ്ങൾ പ്രാക്ടിക്കലാക്കാൻ നോക്കണം. വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്.
ഒരു റിലേഷൻ അത് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് ഏത് തന്നെ റിലേഷൻ ആണെങ്കിലും കേട്ടോ, ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം എൻ്റെ അടുത്ത് പലരും ചോദിച്ചത് കൊണ്ടാണ്. അമ്മ എന്നോട് മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എനിക്ക് സപ്പോർട്ട് തരുന്നില്ല, ഇങ്ങനെ ഏതെങ്കിലും ഒരു റിലേഷൻ്റെ പേരിൽ നമ്മൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മുജ്ജന്മത്തിൻ്റെ കർമ്മം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്ക് നല്ല ഒരു അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്? അത് ഞാൻ നിങ്ങൾക്കൊന്നൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സന്യാസിയുടെ ആശ്രമത്തിലേക്ക് ഒരു ഗൃഹസ്ഥി ഇതുപോലെ തന്നെ വന്ന് തൻ്റെ പരാതി പറയുക. എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, എൻ്റെ പണിക്കാരൻ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, എൻ്റെ മക്കൾക്ക് എന്നോട് ഒരു വിലയുമില്ല. അങ്ങനെ അയാൾ എല്ലാവിധ പരാതികളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം, ആ സന്യാസി തൻ്റെ ആശ്രമത്തിൽ നിന്ന് തൻ്റെ പത്നിയെ വിളിച്ചു പറയുകയാണ്. പത്നിയുടെ പേരെടുത്ത് വിളിച്ചിട്ട്, നീ ഒരു കാര്യം ചെയ്യോ, ഒരു വിളക്ക് കൊളുത്തി കൊണ്ടുപോവാ, എനിക്ക് കാണുന്നില്ല ഒന്നെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു റാന്തൽ കൊളുത്തി അദ്ദേഹത്തിൻ്റെ പത്നി ആ റാന്തൽ വിളക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അടുത്തത് വെച്ചു. ഈ ഗൃഹസ്ഥി വിചാരിക്കുകയാണ്, ഇയാൾ എന്ത് ഭ്രാന്തായി പറയുന്നത്, നട്ടുച്ച നേരത്ത് കണ്ണ് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളക്ക് കത്തിച്ചു കൊണ്ടുപോകാൻ പറയുന്നു, ഭാര്യ ഒന്നും മിണ്ടാതെ അത് കത്തിച്ചു കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഇത് പറ്റിയ പത്നി എന്നെയെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ വിളിച്ച് പറയുകയാണ്, അകത്തുനിന്ന് എന്തെങ്കിലും കുറച്ച് മധുരം കൊണ്ട് തരുമെന്ന് പറയുകയാണ്. അപ്പോൾ വൈഫ് കുറച്ച് ഉപ്പുള്ളതായിരിക്കുന്ന പലഹാരങ്ങൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്തു. അത് വെച്ചപ്പോൾ ഇയാൾ പിന്നെയും ആകെ അമ്പരന്ന് പോയി. മധുരം ചോദിച്ചപ്പോൾ ഉപ്പ് കൊണ്ടെടുത്ത് ഇയാളും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങളുടെ പ്രശ്നം എന്നേക്കാൾ ഗുരുതരാൻ തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്നിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് തന്നെ എനിക്ക് നിനക്ക് തരാനുള്ള മെസ്സേജും. എൻ്റെ വൈഫ് ഒരു ചോദ്യം കൂടാതെ ഞാനൊന്ന് വിളക്ക് കൊളുത്തി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തന്നു. ഭാര്യ എന്നെ അനുസരിച്ചു. എന്തെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം ഉണ്ടാവും എന്ന് അവൾ വിചാരിച്ചു. ഞാൻ അവളുടെ അടുത്ത് മധുരം ചോദിച്ചപ്പോൾ അവൾ ഉപ്പ് കൊണ്ടു തന്നു. അപ്പോൾ അകത്ത് മധുരത്തിൻ്റെ സ്വീറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കണം ഉപ്പ് കൊണ്ടു തന്നത്. ഞാൻ അവരെയും സ്വീകരിച്ചു. ഇങ്ങനെ ഓരോരുത്തരും അന്യോന്യം സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു. ഒരാളുടെ അടുത്ത് നമ്മൾ നമ്മുടെ ഇച്ഛ നടത്തിത്തരണം എന്ന് ആജ്ഞാപിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കുകയാണ്, ഞാൻ ഈ ലോകത്തിൻ്റെ MD അല്ല, അവരാണ്, ഞാനാണ്. എനിക്കെൻ്റെ സങ്കല്പമുണ്ട്, എൻ്റെ ഇഷ്ടമുണ്ട്, എൻ്റെ അനിഷ്ടമുണ്ട്, എല്ലാതും ഉണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടമുണ്ട്, അവരുടെ അനിഷ്ടമുണ്ട്, അവരുടെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ മറ്റുള്ളവരെ മേൽ അടിച്ചേൽപ്പിക്കരുത്. മറിച്ച് അവരെന്താണോ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പോസിറ്റീവായിരിക്കുന്ന വൈബ്രേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്നാൽ തീർച്ചയായിട്ടും വീട്ടിലെ ബഹളങ്ങളും കലഹങ്ങളും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുറച്ച് പ്രയാസം ഉണ്ടാവും ചെയ്യാൻ, പക്ഷേ നമ്മൾ പറയാറില്ലേ, കുറച്ചധികം കാലം എടുത്ത് പഴുത്ത് വരുമ്പോൾ ആ പഴത്തിന് നിറച്ച് മാധുര്യം കൂടും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷമയോടെ നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതവും മാധുര്യം നിറഞ്ഞതാവും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.